ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഹണിയും ബട്ടറും ഒക്കെ ചേർത്തിട്ട് ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡെലീഷ്യസ് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എടുക്കേണ്ടതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്, 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ ഇടുന്നത് കുറച്ചുകൂടി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം ഈ മുട്ടയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ടേൻ്റെ മൈദയുടെ മിക്സ്ചർ നന്നായിട്ട് ഈ ചിക്കനിൽ പിടിച്ചു വരണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ടയുടെ മിക്സ്ചർ ആയതുകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്കിപ്പോൾ ഓരോ സൈഡും ഒരു 10 മിനിറ്റ്സ് വെച്ച് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ ആക്ച്വലി നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് ഡബിൾ ഫ്രൈ ആണ് ചെയ്യുന്നത്. 2 പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ഫ്രൈ ചെയ്താലൊന്നും ക്രിസ്പി ആയിരിക്കണം എന്നില്ല, കുറച്ച് കഴിയുമ്പോൾ അത് സോഫ്റ്റായി പോകും. അതുകൊണ്ടാണ് 2 പ്രാവശ്യം നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഏകദേശം എനിക്കൊരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട് 2 സൈഡും ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന ചിക്കൻ കൂടി ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ക്രിസ്പിനെസ് അങ്ങ് മാറാൻ സാധ്യതയുണ്ട്. ഇത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യുന്നത്. ഓരോ സൈഡും 5-6 മിനിറ്റ് വീതം എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സൈഡ് മറിച്ചിടാം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കിനി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹണി ആൻഡ് ബട്ടർ സോസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കറുവപ്പട്ടയും ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ളൊരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻറ്റ് കളറായതിനു ശേഷം ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കിനി 1.5 ടേബിൾ സ്പൂൺ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയോ എടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ തേൻ ആഡ് ചെയ്യുന്നുണ്ട്. തേനും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു മിക്സ്ചറിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഹണി സോസിൽ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡിഷാണിത്. ഇപ്പോൾ നമ്മളുടെ ഹണി ആൻഡ് ബട്ടർ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് നമുക്ക് കുറച്ച് എള്ളൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് സെസേം സീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹണി ആൻഡ് ബട്ടർ ഫ്രൈഡ് ചിക്കൻ, ക്രിസ്പി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണാം.